പിണറായി സർക്കാരിന്റെ ഭരണം സാമ്പത്തിക ദൂർത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഖജനാവ് കാലിയായിരിക്കുമ്പോഴും സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെയും സംഘത്തിന്റെയും വെറും 3 മാസത്തെ ചായകുടിക്ക് മാത്രമായി സർക്കാർ ചെലവഴിച്ചത് 6 ലക്ഷത്തിലധികം രൂപയാണെന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിനുള്ളിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്കും മറ്റ് IAS ഉദ്യോഗസ്ഥർക്കും ചായയും ലഘുഭക്ഷണവും എത്തിച്ചിരുന്നത്. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വെറും 92 ദിവസങ്ങൾക്കിടെ ഇതിന് ചിലവാക്കിയത് 6,55,434 രൂപയാണ്. അവധി ദിനങ്ങൾ ഒഴിവാക്കിയാൽ 72 പ്രവൃത്തി ദിനങ്ങളിൽ ഓരോ ദിവസവും ശരാശരി 8,400 രൂപയുടെ ചായയും പലഹാരവുമാണ് ഈ ഉദ്യോഗസ്ഥർ ഭക്ഷിച്ചത്. ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ 1 മാസത്തെ ശമ്പളമാണ് ഇക്കൂട്ടർ ഒരു ദിവസം ചായ കുടിക്കാൻ മാത്രമായി പൊടിച്ചു കളയുന്നത് എന്നർത്ഥം. ഇത് തുടരുകയുമാണ്. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് കാരണം കുടിശ്ശികയായി കിടന്ന തുക സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ അനുവദിച്ചപ്പോഴാണ് ധൂർത്തിന്റെ വിവരം പുറത്തറിഞ്ഞ് ജനം ഞെട്ടിയത്. കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് സാധാരണക്കാരെ ഉപദേശിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ ഖജനാവ് മുടിപ്പിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ ധനധൂർത്ത്. ഒരു മന്ത്രി ആയുർവേദ വിധി പ്രകാരമുള്ള ഒഴിച്ചിലിനും പിഴിച്ചിലിനും തോർത്തുവാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ജനവിരുദ്ധമായ ഈ രീതികൾ ഉപേക്ഷിക്കാൻ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തയ്യാറായില്ല. ധനധൂർത്തിന്റെ അധികാര തുടർച്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിന് മാതൃകയാവുകയും ചെയ്തു. യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതിന് ചെലവായത് 35 കോടി രൂപയാണ്. ഹെലികോപ്റ്ററിലെ യാത്രാ വിവരങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യമുയർന്നപ്പോൾ അതിന് ഉത്തരം നൽകിയാൽ തന്റെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇക്കാര്യത്തിൽ എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ദുരൂഹത നിലനിർത്തുന്നതെന്ന സംശയമാണ് ജനങ്ങളിൽ അന്ന് ഉയർന്നത്. വികസനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ പാഴാക്കിയത്. ലോക കേരള സഭ പോലെയുള്ള മാമാങ്കം നടത്തിയതല്ലാതെ അതിന്റെ പേരിൽ എടുത്തു പറയത്തക്ക നിക്ഷേപമോ വികസനമോ വന്നില്ല. പ്രചാരണം നടത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇങ്ങനെ ചില പരിപാടികൾ നടത്തുകയെന്നത് പിണറായി സർക്കാരിന്റെ പൊതുരീതിയാണ്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൊട്ടിയാഘോഷിച്ച് നടത്തിയ ജനസമ്പർക്ക യാത്രകൾ ജനവിരുദ്ധതയുടെയും ധനധൂർത്തിന്റെയും ഘോഷയാത്രകളായിരുന്നു. ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച നടൻ മോഹൻലാലിനെ ആദരിക്കാൻ എന്ന പേരിലും നികുതിപ്പണത്തിൽ നിന്ന് കോടികൾ ചെലവഴിക്കുകയുണ്ടായി. കേരളം രൂപീകൃതമായതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി വിഷൻ 2031 ഇന്റർനാഷണൽ കോൺഫറൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി എന്ന പരിപാടിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 3.5 കോടിയോളം രൂപയാണ്. ഇവയൊക്കെ ധനധൂർത്ത് മാത്രമല്ല, പാർട്ടിക്കാരിലേക്ക് പണം എത്തിക്കാനുള്ള തട്ടിപ്പുമാണ്. കേരളത്തിന്റെ പൊതുകടം 6 ലക്ഷം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു കടബാധ്യതയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചതിൽ പിണറായി സർക്കാരുകളുടെ ചെറുതും വലുതുമായ ധൂർത്തുകൾക്ക് വലിയ പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് CPMന്റെയും പിണറായി സർക്കാരിന്റെയും കൽപ്പന. ജനങ്ങളുടെ സാമാന്യബോധത്തെ പരിഹസിക്കുന്ന മറുപടികളാവും ഇതിന് ലഭിക്കുക. ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി വാങ്ങിയ ബസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചാൽ അതുവഴി കോടികൾ ലഭിക്കുമെന്നും മറ്റുമുള്ള വാചകമടികൾ ജനങ്ങൾ മറന്നിട്ടുമില്ല. നികുതിപ്പണം കൊള്ള ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് പിണറായി സർക്കാർ അധികാര തുടർച്ചയ്ക്ക് ശ്രമിക്കുന്നത്.